പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നത് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്ന ദിനം സെപ്റ്റംബർ 7-ാം തീയതി മുതൽ 8-ാം തീയതി അർദ്ധരാത്രി 1:22 വരെയുള്ള സമയം എപ്രകാരം ധനുരാശിക്കാർക്ക് അശുഭഫലങ്ങളെ പ്രദാനം ചെയ്യും, എന്തൊക്കെ തയ്യാറെടുപ്പുകൾ ധനുരാശിക്കാർ നടത്തേണ്ടതുണ്ട് എന്ന വിഷയമാണ്. ധനുരാശി എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ഗ്രഹണം നടക്കുന്നത് ചതയം പുരുരുട്ടാതി നക്ഷത്രങ്ങളുടെ ഇടയിലാണ്. ചന്ദ്രഗ്രഹണം നടക്കുമ്പോൾ അത് പുരുരുട്ടാതി നക്ഷത്രത്തിലേക്ക് പൂർണ്ണമായും ആ ഗ്രഹണം വ്യാപിക്കുന്നതാണ്. ഇവിടെ ചന്ദ്രഗ്രഹണം നഗ്ന നേത്രങ്ങളിലൂടെ നമുക്ക് ദർശിക്കുവാൻ കഴിയും. പക്ഷേ ഇന്ത്യയിൽ പ്രധാനമായും ചന്ദ്രഗ്രഹണം കാണുവാൻ കഴിയുക നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലാണ്, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ ബോംബെ, പൂനെ, അപ്രകാരം ഉത്തർപ്രദേശിൽ ലക്നോ, കൽക്കട്ട മുതലായ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലാണ് നന്നായി ചന്ദ്രഗ്രഹണം ആസ്വദിക്കാൻ കഴിയുക. അപ്രകാരം ഏഷ്യൻ രാജ്യങ്ങളിലുമുണ്ട്. ഇവിടെ പ്രധാനമായും ധനുരാശിക്കാർക്ക് ഈ ചന്ദ്രഗ്രഹണം എപ്രകാരത്തിലുള്ള അശുഭങ്ങളാണ് പ്രദാനം ചെയ്യുന്നതെന്ന് നമുക്ക് ചിന്തിക്കണം. ധനുരാശിക്കാർക്ക് തങ്ങളുടെ 3-ാം രാശിയിൽ കുംഭൻ രാശിയിലാണ് ഗ്രഹണം നടക്കുന്നത്. അതിനാൽ വലിയ ദോഷങ്ങളുമില്ല, വലിയ ഗുണഫലങ്ങളും ഇല്ല. എങ്കിലും 3-ാം ഭാവം സഹായസ്ഥാനമാകയാൽ ഇവിടെ ചന്ദ്രൻ രാഹുഗ്രസ്തനാവുകയാണ്. ആ രാഹു 3-ാം ഭാവത്തിൽ വളരെ ശക്തനാണ്. പക്ഷേ അവിടെ രാഹുവാൽ ഗ്രസിക്കുകയാണ്, രാഹുഗ്രസ്തനാവുകയാണ് ചന്ദ്രൻ. അതിനാൽ പലപ്പോഴും സാഹോദര്യ ബന്ധത്തിൽ ശിഥിലങ്ങൾ വരാം. അപ്രകാരം തനിക്ക് വളരെയധികം സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന സഹപ്രവർത്തകരിലൂടെയുള്ള ബന്ധങ്ങൾക്ക് ശൈഥില്യം വരുവാൻ സാധ്യത കൂടുതലാണ്. താൻ അതിശക്തമായി ഏർപ്പെടുന്ന ദൗത്യങ്ങളിൽ കാലതാമസം വരാം. അതിലൂടെ മനക്ലേശങ്ങളും സംഭവിക്കാം. കാരണം ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ്. അതിനാൽ അപ്രകാരമുള്ള ക്ലേശങ്ങൾ ഈ ചന്ദ്രഗ്രഹണ സമയം മുതലുള്ള ഒരു 6 മാസക്കാലം ധനുരാശിക്കാർക്ക് അശോഭനമായി ഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ബന്ധങ്ങൾ ശൈഥില്യങ്ങളാകാം, ബന്ധങ്ങളിലൂടെ ശിഥിലതകൾ വരിക. ഈ രാഹു ചന്ദ്രഗ്രസ്തനാണ്, 9-ാം ഭാവത്തിലേക്ക് നോക്കുന്നുമുണ്ട്. ധനുരാശി പിതൃധനി, അപ്രകാരം പൈതൃകമായ ധനങ്ങൾ, പൈതൃകമായ ഭൗതിക സുഖങ്ങളെല്ലാം തന്നെ ഈ ഗ്രഹണ സമയത്തിലൂടെയുള്ള സമയത്തിന് ഒരു മങ്ങലേൽപ്പിക്കുവാൻ ആർക്ക് കഴിയും? ഈ ചന്ദ്രഗ്രസ്തനായ രാഹുവിന് കഴിയും. ഇവിടെ നന്നായി രാഹുപ്രീതി ചെയ്യുക. പ്രത്യേകിച്ച് മൂലം നക്ഷത്രക്കാർക്കൊക്കെ അവരുടെ നക്ഷത്രങ്ങളുടെ അധിപനായ ഗ്രഹം കേതുവാകയാൽ രാഹുവിൻ്റെ പുച്ഛമാണ് കേതു. അതിനാൽ മൂലം നക്ഷത്രക്കാരൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഏറ്റവും ഉത്തമമായ ചെയ്യാൻ പറ്റുന്ന കാര്യം നവഗ്രഹ പൂജ, രാഹുപ്രീതി, ഇതെല്ലാം തന്നെയാണ്. എല്ലാ പ്രിയപ്പെട്ട ധനുരാശിക്കാർക്കും മേൽപ്പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് നീങ്ങണമെന്ന് നിർദ്ദേശിക്കുന്നു. നന്ദി, നമസ്കാരം.